നമ്മുടെ ഗുലാം നബി ഇക്ക എന്ത് ചെയ്യുന്നു ഇലക്ഷൻ കഴിഞ്ഞത് മുതൽ അന്വേഷിക്കുകയാണ്. ഇക്കായെ കാണാനേ ഇല്ല. ഇക്ക കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് വലിയ കരുത്തോടെ ഡൽഹിയിൽ ആ താഴെ തലങ്ങണയും വെച്ചിരിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ ദൂരദർശനിൽ കാണുന്ന കാലം മുതൽ കാണുന്നതാണ്. ഇടതുവശത്തൊരു തലങ്ങണി, വലതുവശത്തൊരു തലങ്ങണി, നടുക്ക് ഗുലാം നബി ഇക്ക അങ്ങനെ ഇരിക്കുന്നത് കാണുന്നതാണ്. എന്തൊരു പ്രകാശവും എന്തൊരു തെളിച്ചവുമൊക്കെ ആയിരുന്നു ഇക്കായ്ക്ക് ആ കാലങ്ങളിൽ. സത്യത്തിൽ കാശ്മീരിലെ വീട് പോലും ഇക്ക മറന്നുപോയെന്നാണ് അന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ ടാക്സിക്കാരനാണത്രേ വീട്ടിൽ കൊണ്ടുവിടുന്നത്. അവനറിയാമെങ്കിലും ഗുലാം നബിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഗുലാം നബി ആസാദൊക്കെ ഡൽഹിയിൽ വന്നിട്ട് 10-30 കൊല്ലം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അങ്ങനെ ഇരുന്ന ഒരാളാണ്. എന്നാൽ പരീക്ഷണ കാലഘട്ടം വന്നപ്പോൾ, തിരിച്ചടികളൊക്കെ ഉണ്ടാകുന്നു എന്ന് തോന്നിയപ്പോൾ, ഇനി രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ പാലം വലിച്ച് രാഹുൽ ഗാന്ധിയെയും KC വേണുഗോപാലിനെയും ഒക്കെ കുറേ തെറി പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങി പോയതാണ്. എന്തൊക്കെയോ മറിക്കാൻ, എന്തൊക്കെയോ പറയാൻ. പോകുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയും അദ്ദേഹവും കൂടി ഭയങ്കരമായ കരച്ചിൽ കരഞ്ഞു. ഗുലാം നബിയുടെ സേവനങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി വിതുമ്പി. അത് കണ്ട് ഗുലാം നബി തുടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വഴിഞ്ഞൊഴുകി. ആ ഒഴുകിയ കണ്ണീര് എവിടെയാണെന്നറിയാതെ തുടച്ചു മാറ്റാനാവാതെ വേഭതുവിൽ മുങ്ങിപ്പോയി. സരയൂ നദി ഒഴുക്ക് നിർത്തി. വല്ലാത്ത ദുഃഖം കനം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് പോയതാണ് ഗുലാം നബി ഇക്ക. ഇപ്പോൾ ഗുലാം നബി ആസാദ് ഇക്കയെ കാണാനേ ഇല്ല, മുണ്ടാട്ടവുമില്ല. കാശ്മീരിൽ എവിടെയൊക്കെയോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സത്യത്തിൽ ഉള്ള കാലത്തൊപ്പം നിന്നിട്ട് ഇല്ലാത്ത കാലത്ത് ചതിക്കുന്നവനെ പിന്നെ ചട്ടിയിൽ പോലും ചോറ് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അത് അർഹിക്കുന്ന ഒരാളാണ് ഗുലാം നബി ആസാദ്.